ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സാധാരണ രീതിയിൽ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ലെഗിനും ഈ ഇഞ്ചുറി ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ റൈറ്റ് ലെഗിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിലും ഇനി ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്നാമത്തേത്, നിങ്ങളുടെ മസിൽസിന് പ്രോപ്പറായി ബലമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി സംഭവിക്കാം. ഒരുപക്ഷെ ഈ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഞ്ചുറി സംഭവിച്ചത്. രണ്ടാമത്തേത് കോണ്ടാക്ട് ഇഞ്ചുറി ആണ്. കൂടുതലായിട്ട് നിങ്ങളുടെ മസിൽസിനും ലിഗമെന്റ്സിലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ഫോഴ്സ് മുട്ടിലേക്ക് വന്നപ്പോൾ ഇഞ്ചുറി സംഭവിച്ചു. അപ്പൊ അത് ഏത് സമയത്തും സംഭവിക്കും. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ഒക്കെ ആയിരുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കാലയളവില് പാസ്റ്റില്. എന്നാൽ പ്രസന്റില് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല. വെറുതെ ഇരിക്കുക, നടക്കുക, അത്യാവശ്യമൊക്കെ സ്റ്റെപ്പൊക്കെ കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതൽ നേരം നിങ്ങൾ 2 വീലറും 4 വീലറും മാറി മാറി ഡ്രൈവ് ചെയ്യുക ചെയ്യുന്നത്. കൂടുതൽ നേരം നിങ്ങൾ സിറ്റിങ്ങിൽ തന്നെയാണ്, ഇരിക്കുന്ന പൊസിഷനിൽ തന്നെയാണെങ്കിലും ഇത് കാരണവും മസിൽസിൽ ബലക്കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ കുറെ നാളുകൾക്ക് ശേഷം സ്പോർട്സിലേക്കോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെയിൻ വരുന്ന ആക്ടിവിറ്റീസിലേക്കോ ഒരു പ്രിപ്പറേഷനും കൂടാതെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാലും ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഇഞ്ചുറീസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ.